സോങ്ങുമായുള്ള ചില മാസ് മൊമെന്റ്സ് പക്ഷേ പ്രേക്ഷകർക്ക് കണക്ട് ആവുന്നില്ല. ഇത് തന്നെയാണ് കൂലി എന്ന ചിത്രത്തിന് സംഭവിച്ചത്. നമസ്കാരം. കൂലി എന്ന സിനിമ ആദ്യ പ്രദർശനം കണ്ട് ഇറങ്ങിവെന്നൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അഭിപ്രായം പറയുകയാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് രണ്ടും സംസാരിക്കാം. പക്ഷേ ഒരു വലിയ കാര്യം പറയാനുള്ളത്, ഈ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് കയറ്റിയതിൽ പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരല്ല, സംവിധായകൻ ലോകേഷ് കനകരാജും നിർമ്മാതാവും ഈ ചിത്രത്തിലെ അണിയർ പ്രവർത്തകരും താരങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹൈപ്പ് പ്രേക്ഷകരാണ് കൂട്ടിയത് എന്നുള്ള വാദം ആയിട്ട് ആരും വരണ്ട. ഈ സിനിമയ്ക്ക് ഹൈപ്പ് അത്രയധികം കൊടുത്തതും ലോകേഷ് കനകരാജ് തന്നെയാണ്. പല അഭിമുഖങ്ങളിലും വന്ന് മാസ് മൊമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞതും ലോകേഷ് തന്നെ. പക്ഷേ ലോകേഷിന്റെ ഫിലിമോഗ്രഫിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടാൻ പോകുന്ന സിനിമ കൂലി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചിത്രം തുടങ്ങിയത് വളരെ രസകരമായിട്ട് തന്നെയാണ്. ഹ്യൂമറസ് ആയിട്ട് ദേവയെ പ്രസന്റ് ചെയ്തു. പിന്നീട് അതിനുശേഷം കഥാഗതിയിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷേ ഈ കഥയിലേക്ക് വരുമ്പോഴേക്കും ഒട്ടും കണക്ട് ആവാത്ത ഒരു കഥയായിട്ടാണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്. സ്വാഭാവികമായും ഒരു വലിയ ക്യാൻവാസിൽ ഒരുക്കപ്പെടുന്ന ഒരു സിനിമയാണ്. സത്യരാജിന്റെ ഒരു ഇൻവെൻഷൻ അത് പ്രേക്ഷകർക്ക് കണക്ട് ആയില്ലെങ്കിൽ ഈ സിനിമയുടെ ആദ്യ പകുതി തന്നെ ഡൗൺ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. നിർഭാഗ്യവശാൽ അത് കണക്ട് ആവാൻ വലിയ ബുദ്ധിമുട്ട് കൂടിയാണ്. പക്ഷേ ഇതിനകത്ത് പെർഫോമൻസസ് എടുത്തു നോക്കുമ്പോഴേക്കും ശ്രുതി ഹാസൻ കിട്ടിയ റോള് ഗംഭീരമാക്കി, സൗബിൻ ഷാഹിർ അതിഗംഭീരമാക്കി. സൗബിൻ ഈ സിനിമയ്ക്ക് ശേഷം ടോക്ക് ഓഫ് ദ ടൗൺ ആകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഉടനീളമായ കഥാപാത്രം സൗബിൻ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നാഗാർജുനയ്ക്ക് കിട്ടിയ കഥാപാത്രം മികച്ചതാക്കിയെങ്കിൽ പോലും നാഗാർജുനയുടെ ക്യാരക്ടറൈസേഷൻ വീക്കായതുപോലെയാണ് അനുഭവപ്പെട്ടത്. ഏറ്റവും ഗംഭീരമായി തോന്നിയതും സ്ക്രീൻ പ്രസൻസ് ഏറ്റവും കുറവും ഉണ്ടായിരുന്ന വ്യക്തി ഉപേന്ദ്രയാണ്. ഉപേന്ദ്രയ്ക്ക് കൊടുത്ത ഇൻട്രൊഡക്ഷൻ, അതിനുശേഷമുള്ള ഒരു ക്യാരക്ടർ ആർക്ക്, ഉപേന്ദ്രയ്ക്ക് കൊടുത്ത എൻഡിങ്, ഇത് മൂന്നും ഉപേന്ദ്രയുടെ ക്യാരക്ടർ അതിഗംഭീരമായി മാറി. ആമിർ ഖാൻ ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ആമിർ ഖാൻ സ്ക്രീനിലെത്തുന്നത്. ആൻഡ് ഫൈനലി രജനീകാന്ത് തുടക്കം തന്നെ ആ ഒരു ഓറ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ലോകേഷിന് കാർത്തിക് സുബ്രാജ് പേട്ടയിൽ കൊണ്ടുവന്നത് പോലെ, അല്ലെങ്കിൽ നെൽസൺ ദിലീപ് കുമാർ ജയിലറിൽ കൊണ്ടുവന്നത് പോലെ ഒരു ഫുൾ ടൈം ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ലോകേഷ് ഇവിടെ ഫെയിൽ ആകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാകുന്നുണ്ട്. പലപ്പോഴായി രജനി സ്ക്രീനിലേക്ക് വരുമ്പോൾ വയ്യാത്ത മനുഷ്യനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു രജനിയുടെ ചാം മാത്രം തിയേറ്ററുകളിലേക്ക് കൊണ്ടുവരാൻ ലോകേഷിന് സാധിച്ചിട്ടുമില്ല. കഥാഗതിയിൽ നിന്ന് പ്രേക്ഷകൻ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുന്നതോടുകൂടി തന്നെ ഹൈ മൊമെന്റ്സ് കിട്ടേണ്ട പല സീനുകൾക്കും കിട്ടേണ്ട അംഗീകാരം ലഭിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. ഹൈ മൊമെന്റ്സ് സിനിമയിൽ കുറവാണ്. കൂടുതൽ ഇമോഷണൽ ട്രാക്കിലാണ് സിനിമ പോകുന്നത്. ലോകേഷ് പറഞ്ഞതുപോലെ ആദ്യ പകുതി കൂടുതൽ ഇമോഷണലും രണ്ടാം പകുതി മാസ് മൊമെന്റ്സിന് വേണ്ടി മാത്രമായിട്ടല്ല സിനിമ പോകുന്നത്. ആദ്യ പകുതിയും ഇമോഷണലാണ്, രണ്ടാം പകുതിയും ഇമോഷണലായിട്ട് തന്നെയാണ് പോകുന്നത്. ഈ രീതിയിലാണ് സിനിമയുടെ കഥാഗതി പോകുന്നത്. ഇതിനിടയിലാണ് പുട്ടിന് വീര പോലെ മാസ് മൊമെന്റ്സ് സിനിമയിൽ ഒരുക്കുന്നത്. എന്തായാലും സിനിമയുടെ മാസ് മൊമെന്റ്സ് പലപ്പോഴും വർക്കാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രേക്ഷകൻ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുകയാണ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, പലപ്പോഴും ഈ കഥാഗതിയിലുണ്ടാകുന്ന ഗ്രാഫ് താഴുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഗ്രാഫ് താഴുമ്പോഴേക്കും സ്വാഭാവികമായും പ്രേക്ഷകൻ വീണ്ടും ഡിറ്റാച്ച്ഡ് ആവുന്നു. പിന്നീട് ഒരു ഹൈ വരുമ്പോഴേക്കും അത്രയും ഉയർന്ന രീതിയിലേക്ക് പ്രേക്ഷകന് കണക്റ്റാവാൻ സാധിക്കുന്നില്ല. ഇതൊരു വലിയ പോരായ്മയായിട്ട് ഈ ചിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കാസ്റ്റ് യൂസ് ചെയ്തത് ലോകേഷ് പൂർണ്ണമായും 100% യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്ലോട്ട് ട്വിസ്റ്റുകൾ ഒക്കെ തന്നെ പ്രേക്ഷകന് വർക്കാവാൻ 50% ചാൻസ് ഉണ്ടെന്നുള്ള പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞു. പിന്നീട് LCയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പല രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ചിത്രം LCയിൽ ഉണ്ടെന്ന് ലോകേഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അണിയർ പ്രവർത്തകർ ചിലർ സൂചന നൽകുകയും ഒക്കെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ബസ്സായിട്ട് LCയിൽ മാറിയിട്ടുണ്ട്. ഒരു കാര്യം പ്രേക്ഷകരോട് ആദ്യം തന്നെ പറയുകയാണ്, ഈ സിനിമ LCയുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാൻഡ് അലോൺ സിനിമ തന്നെയാണ്. ലോകേഷിന്റെ വാക്കുകൾ പൂർണ്ണമായും വിശ്വസിക്കാം. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പല റിവ്യൂകളും അഭിപ്രായങ്ങളും വീണ്ടും വരും. പക്ഷേ പ്രേക്ഷകർ നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കുക. അനിൽ രവിചന്ദ്രൻ അതിഗംഭീരമായി വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സോങ്സും OSTയും ഒരേ രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. OST അതിഗംഭീരമായി വർക്കായ ചില സാധനങ്ങളുണ്ട്. ഐ ആം ദ ഡേഞ്ചർ എന്ന് നാഗാർജുനയ്ക്ക് കൊടുത്ത ട്രാക്ക് ഇന്റർവൽ പോർഷനിൽ അതിഗംഭീര കിക്കാണ് തന്നത്. പക്ഷേ ലോകേഷ് പറഞ്ഞതുപോലെ ഇന്റർവൽ സീൻ അതിഗംഭീരമാകും എന്ന രീതിയിലും തോന്നിയതുമില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് സിനിമ. ഹൈപ്പ് കുറച്ച് തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കൂലി വർക്കാവും. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാണാത്തവരാണെങ്കിൽ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്.